അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കോഴിമുട്ട വെച്ചിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. 5 കോഴിമുട്ട നമ്മൾ പുഴുങ്ങിയിട്ട് നടു കീറി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഉരുളക്കിഴങ്ങ് വലുതാണ് പുഴുങ്ങി നന്നായി ഉടച്ച് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കുനുകുന അരിഞ്ഞത്, ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഒരു പിടി മല്ലിയില, ഇതെല്ലാം കൂടി നമുക്ക് ഈ കിഴങ്ങിൽ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, ഒരു നുള്ളു മഞ്ഞൾ. എല്ലാം കൂടെ നമുക്ക് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം. മിക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓരോ കോഴിമുട്ടയുടെ പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു കോഴിമുട്ട ഷേപ്പ് ആക്കിയിട്ട് അങ്ങനെ റോളാക്കി എടുക്കുക. നമുക്ക് ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മളെല്ലാ മുട്ടയും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് 1 കപ്പ് കടലമാവും അര കപ്പ് മൈദപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടി പോവരുത്. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ല ലൂസായി പോവരുത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നല്ല ചൂടാക്കിയ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതും കൂടെ ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഓയിൽ ഇതിൽ മിക്സായി വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഒഴിച്ച ഭാഗം അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കണ പോലെ തോന്നും. അത് നന്നായിട്ട് മിക്സ് ചെയ്താൽ മാവിൽ നന്നായിട്ട് മിക്സ് ആവും. നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. നമ്മൾ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ബൗളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് സ്പൂണ് വെച്ച് ഇതിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.